അതായത് ജനങ്ങളുടെ ഒരു ജനാധിപത്യ ബോധത്തെ, ജനാധിപത്യത്തിലുള്ള അവരുടെ ബോധത്തെ, അതുപോലെ തന്നെ ഭരണത്തെ വിലയിരുത്തുന്നതിനുള്ള അവരുടെ കഴിവിനെ, രാഷ്ട്രീയത്തെ ഒക്കെ കളിയാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളായിരുന്നു ഈ ദിവസങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട, പ്രത്യേകിച്ച് ഭരണവുമായി ബന്ധപ്പെട്ട, ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ഒന്നുമല്ല കാര്യങ്ങൾ, നിങ്ങൾ ഈ പറയുന്നൊന്നും ഞങ്ങളോട് പറയണ്ട, ഞങ്ങളുടെ അടുത്ത് ഇതൊന്നും ചെലവാകില്ല, ജനുവിനായി കൃത്യതയോടുകൂടി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറായി എങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു 10 വർഷം പുറകോട്ട് പോയി. സമകാലീന ആനുകാലിക വികസനവുമായി ബന്ധപ്പെട്ട്, അത് വ്യവസായ വികസനമായിക്കോട്ടെ, കാർഷിക വികസനമായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, എല്ലാ മേഖലയിലും കേരളം പുറകോട്ട് പോയി. സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ, തൊഴിലിന്റെ കാര്യത്തിൽ ഒക്കെ കേരളം പുറകോട്ട് പോയി. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭരണം എങ്ങനെ കേരളത്തിന് സാമ്പത്തിക വളർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഉൽപാദന പ്രക്രിയ നടക്കണം, കാർഷികോൽപാദനം നടക്കണം, ജനങ്ങൾക്ക് തൊഴിൽ കിട്ടണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് മുന്നോട്ടേക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം മറന്നുകൊണ്ടായിരുന്നു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ അതിന്റെ പേരിൽ ബാലിശമായ ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും കത്തോലിക്ക കോൺഗ്രസ് അതിൻ്റെതായ ഒരു സാമൂഹികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ ഉള്ള കാര്യം പറയാനായിട്ട് സമൂഹത്തോടും രാഷ്ട്രീയ മേഖലയിലുള്ളവരോടും ഉള്ള കാര്യം പറയാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് ഇനിയും തുടരും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ ഈ